അത് നിവൃത്തിയില്ലെങ്കിൽ കേന്ദ്രം എനിക്ക് വരുന്നതുകൊണ്ട് അഥവാ ഇനി അടുത്ത 22-ാം തീയതി ഏതെങ്കിലും രീതിയിൽ ഒരു നിയമം എഗൻസ്റ്റായി വരികയും വീണ്ടും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വലിയ പ്രഷറും വന്നാൽ ഒരു പക്ഷേ പല രീതിയിലും ഗവൺമെൻറ്റിനെ പ്രസ് ചെയ്തെങ്കിൽ അല്ല നിർബന്ധപൂർവ്വമല്ല ഗവൺമെൻറ്റിനോട് ഒരു പ്രഷർ ചെലുത്തേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ മെയ് 22-ാം തീയതി ഈ 22-ാം തീയതിയിലത്തെ കോടതി വിധി അൺഫേവറബിൾ ഇഫ് എനിത്തിങ് അൺവേർഡ് ഹാപ്പൻസ് നാച്ചുറലി ഇവിടെ ഒരു പ്രശ്നം ഗൗരവമായാൽ ഇതുകൊണ്ടും ഭക്തജന സമൂഹത്തിൻ്റെ വികാരങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ വലിയൊരു വികാരം ആളിക്കത്തിയാൽ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഇടപെടേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ശബരിമല വിഷയത്തിൽ ഇതാദ്യമായാണ് കേന്ദ്ര ഓർഡിനൻസിന്റെ സാധ്യതകൾ RSS തേടുന്നത്. സ്ഥിതി വഷളായാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ അനിവാര്യമാകുമെന്നാണ് RSS സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കാം? അവർക്ക് കൊണ്ടുവരാൻ ഓർഡിനൻസ് കൊണ്ടുവരാം. ഓർഡിനൻസ് ഗവൺമെൻറ് ഇതൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നാൽ ഗവൺമെൻറ്റിന് ഓർഡിനൻസ് കൊണ്ടുവരാം. അതെന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരമൊരു ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിയാത്തത്? അല്ല, ആ ഒരു സ്റ്റേജ് വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടായിരിക്കാം വരാത്തത്. ശരിക്ക് ആ ഒരു പരിസ്ഥിതി വന്നാൽ നമുക്ക് ലാസ്റ്റ് റിസോർട്ടാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് റിസോർട്ടാണ്. അതിനുമുമ്പ് പരിഹാരം തീരുമെങ്കിൽ ഈ ഓർഡിനൻസിൻ്റെ ആവശ്യം വരികയില്ല. പക്ഷെ അത് ലാസ്റ്റ് റിസോർട്ട് ഗവൺമെൻറ് ഒരു പക്ഷേ പലരുടെയും പ്രഷർ വരുമ്പോൾ ചെയ്യേണ്ടി വരും. ശബരിമലയിൽ സ്ത്രീകളെ ഒളിച്ചു കടത്തിയപ്പോൾ വിജയിച്ചത് പിണറായിയുടെ പിടിവാശിയാണ്. പ്രശ്നത്തിൽ പരിഹാരമാകുന്നതുവരെ ശബരിമല കർമ്മസമിതിക്ക് RSS എല്ലാ പിന്തുണയും നൽകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു. ഇപ്പം മുൻ ദിവസങ്ങളിൽ നടന്ന ഹർത്താലിനോട് പലർക്കും എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സംഗതി പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കച്ചവടക്കാർ തീർച്ചയായിട്ടും അവർക്കതിൻ്റെ പക്ഷേ ശബരിമലയിൽ തന്നെ എത്ര ബിസിനസ്സുകാർക്കായി നഷ്ടം വന്നിരിക്കണം ഈ കാര്യത്തിൽ. ഇതുപോലത്തെ ഇതൊക്കെ വന്നപ്പോൾ ശബരിമല ഭാഗത്ത് നടക്കുന്ന ബിസിനസ്സൊക്കെ തന്നെ വളരെ നഷ്ടത്തിലാണ്. ഈ ഒരു ദിവസത്തെ നമ്മുടെ ഈ ചെയ്ത പ്രവൃത്തിയോടുള്ള നമ്മുടെ പ്രതിഷേധം ഈ ഒരു ഹർത്താലിലൂടെ അല്ലാതെ നമുക്ക് പ്രതികരിക്കാൻ നിവൃത്തിയില്ല. ഈ വനിതാ മതിലിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ യുവതികൾ കയറിയതിനെ കുറിച്ച് RSSന്റെ അഭിപ്രായം? വനിതാ മതിലിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ വനിതാ മതിൽ ആകെ ഒരു ഫ്ലോപ്പായിരുന്നു. അയ്യപ്പ ജ്യോതിയുടെ 22-23 ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത അയ്യപ്പ ജ്യോതിയും മതിലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മതിലാകെ ഒരു ഫ്ലോപ്പായി എന്നുള്ളത് അവർക്ക് തോന്നിയിരുന്നു. ഇനി അതിൻ്റെ ഒരു പ്രത്യാഘാതമായിരിക്കും അവർ പക്ഷേ ഈ 2-ാം തീയതി കൊണ്ടുപോയി ഇങ്ങനെ ഒരു ശ്രമം നടത്തിയതും ഒരു വാശിയുടെ പുറത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് സർക്കാരും മുഖ്യമന്ത്രിയും വഞ്ചിച്ചു എന്നാണ്. RSSന്റെ നിലപാടെന്ന്? ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയായില്ല, യാതൊരു സംശയമില്ല. ഒരു ഭരണകർത്താവിന് യോജിച്ച പ്രവൃത്തിയായിരുന്നില്ല അത്. അവരുടെ എല്ലാം സഹകരണത്തോടെ പോലീസ്, SP മറ്റവരൊക്കെ ചേർന്ന് ഒരു എക്സ്ട്രീമിസ്റ്റായിട്ട് 2 പേരെ മാനവർ കൊണ്ടുപോകണമായിരുന്നില്ല. അവർ സാധിക്കില്ല എന്ന് അവർക്കറിയാം. എത്രയും ശ്രമിച്ചു നോക്കി. ഭക്തജനം അതിനെതിരാണ്. അതിൽ 22-ാം തീയതി വരെ നമുക്ക് സമയമുണ്ട്. അവർ റീപിറ്റീഷൻ നടക്കട്ടെ. ഇതുകൊണ്ടൊന്നും നടക്കാൻ വലിയ സംഘം മലമറിക്കാൻ പോകുന്നില്ല ഇപ്പോൾ. ഇതുകൊണ്ട് അപ്പോൾ ഒരു വാശിയുടെ ഇതുണ്ടെന്നൊരു സംശയം തോന്നി അതിൽ. അത് നമുക്ക് പ്രസ്ഥാനത്തിന് തോന്നുന്നുണ്ട്. ഒരു വാശിയോടുകൂടി ഭരണകൂടം ഇതിന് നേതൃത്വം കൊടുക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത്.